നമസ്കാരം ആൻഡ് വേൾഡ് ഓഫ് ഇന്ത്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ തുമ്പിക്കുട്ടിയുടെ മിൽക്ക് ഈൽഡ് പെർ ഡേ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് ഏകദേശം കാലത്തൊരു 7 ലിറ്ററും വൈകുന്നേരം ഒരു 4 ലിറ്ററും പാല് കിട്ടുന്നുണ്ട്. കൂടാണ്ട് കുട്ടിക്ക് എക്സ്ട്രാ കുഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 ലിറ്റർ പാലൊക്കെ എന്തായാലും ഡെയിലി കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഇന്ത്യൻ ബ്രീഡുകളെ വളർത്തുന്നതുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് നോർമലി നമ്മളൊരു HF പശുവിന് കൊടുക്കുന്ന തീറ്റ ഇവർക്ക് ആവശ്യമില്ല. ഇവർ കഴിക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ചുള്ള പാല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവൾ തന്നെ അധികം ഫുഡുകൾ കഴിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് പാല് ഒരു 10-12 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്. അതുമാത്രമല്ല അസുഖങ്ങൾ ഇവരെ ബാധിക്കുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. പിന്നെ ഈ ചൂട് കാലാവസ്ഥയെ ഒരു പരിധിവരെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിൽ എക്സോട്ടിക് HF പശുക്കളുടെയൊക്കെ എണ്ണം കുറച്ചിട്ട് ഇതുപോലുള്ള ഇന്ത്യൻ ബ്രീഡുകൾ മിൽക്ക് ഈൽഡ് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മിൽക്ക് ഈൽഡ് കിട്ടുന്ന പശുക്കളെ ആഡ് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞങ്ങൾ. സഹിവാൾ, റെഡ് സിന്ധി, ഗീർ, താൽപ്പാക്ക തുടങ്ങിയ പശുക്കൾക്കൊക്കെ ഇതൊക്കെ ഇന്ത്യൻ ബ്രീഡുകളാണ്. അപ്പോൾ ഇവർക്കൊക്കെ അത്യാവശ്യം പാല് കിട്ടുന്ന പശുക്കളാണ്, രോഗപ്രതിരോധ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ മാക്സിമം നമ്മൾ ഫാമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന അമിതമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തൊഴുത്തിൽ വായുസഞ്ചാരം ഉറപ്പാക്കുക. ഈ തറയിലെ കോൺക്രീറ്റ് ചൂട് പിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് റബ്ബർ മാറ്റ് വിരിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചണച്ചാക്ക് നനച്ച് തൊഴുത്തിൽ കെട്ടിവെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഫാനിൻ്റെ സൗകര്യം എന്തായാലും ഉറപ്പാക്കുക. പിന്നെ സ്പ്രിംഗ്ലേഴ്സ് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കന്നുകാലികളെ കുളിപ്പിക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്ന സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വൈക്കോല് ചൂട് കുറഞ്ഞ സമയങ്ങളിൽ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈക്കോല് മാത്രമല്ല കാലിത്തീറ്റയും വൈകുന്നേരങ്ങളിലും രാവിലെ സമയത്തും മാത്രം നൽകുക. പിന്നെ ഈ വേനൽക്കാലത്ത് നൽകാൻ പറ്റിയ മറ്റൊരു തീറ്റയാണ് TMR കാലിത്തീറ്റ അഥവാ ടോട്ടൽ മിക്സ്ഡ് റേഷൻ. സമ്പൂർണ്ണ കാലിത്തീറ്റ മിശ്രിതം എന്നൊക്കെ പറയാം. നല്ല പാലുൽപാദനത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്പൂർണ്ണ ആഹാരം നൽകുന്നതിലൂടെ തീറ്റയെടുപ്പും ദഹനവും പോഷകങ്ങളുടെ ആഗിരണവും ഒക്കെ ഉത്തമമാവുന്നു. ഉൽപാദനവും ആരോഗ്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. വേനലിൽ ശരീരത്തിൽ നിന്നും ഒരുപാട് ബൈകാർബണേറ്റുകൾ ഉമിനീരിലൂടെ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പക്കാരം അഥവാ സോഡിയം ബൈകാർബണേറ്റ് 25 മുതൽ 50 ഗ്രാം വരെ നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഓരോ സ്പൂൺ കല്ലുപ്പും നല്ല ഇനം മിനറൽ മിക്സറും ദിവസവും തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ്. വേനലിൽ പച്ചപ്പുല്ലിൻ്റെ ദൗർബല്യം നമുക്ക് മാക്സിമം റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി വാഴയില, അതുപോലെ തന്നെ ഈർക്കിൽ നീക്കിയ തെങ്ങോല, പൈനാപ്പിളിൻ്റെ ലീഫ് ഇതൊക്കെ ഒരു ചാഫ് കട്ടർ ഉപയോഗിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ശീമക്കൊന്നയൊക്കെ വെയിലത്ത് ചെറുതായിട്ട് വാട്ടിയതിന് ശേഷം പശുക്കൾക്ക് നൽകാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വെയിലത്ത് ദയവേത് ചെയ്യാണ്ടിരിക്കുക. ഒന്നുകിൽ കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കുത്തിവയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻസെമിനേറ്റ് ചെയ്തതിന് ശേഷം കുളിപ്പിക്കാൻ നോക്കുക. അബോർഷൻ്റെ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള സമയങ്ങളിൽ കന്നുകാലികളെ പുറത്ത് കെട്ടാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചൂടുകാലത്ത് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ കന്നുകാലികളെ ബാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് അകിട് വീക്കം. അതുകൊണ്ട് തന്നെ അകിടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വൈറ്റമിൻസും മിനറൽസും തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ബാഹ്യപരാതങ്ങളായിട്ടുള്ള ചെള്ള്, പട്ടുണി തുടങ്ങിയവ പരത്തുന്ന ബബേഷ്യൂസിസ്, തൈലേറിയോസിസ്, അനാപ്ലാസ്മോസിസ് തുടങ്ങിയ രോഗങ്ങളും ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഹ്യപരാതങ്ങളെ തുരത്തുന്നതിനുള്ള മരുന്നുകൾ യഥാസമയത്ത് പുരട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക.